ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. ഇതൊരു സർപ്രൈസ് കേക്കാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചെറി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മൈദ 1.5 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്, ഉപ്പ് 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, മുട്ട 2, പാൽ 1/2 കപ്പ്, വനസ്പതി 1/2 കപ്പ്, വനില എസൻസ് 1.5 ടീസ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ. ഞാനിവിടെ വനസ്പതിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ഉപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കപ്പ് കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആകുമ്പോഴേക്കും പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വിസ്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയും പാലും കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കപ്പിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ട്രേയിൽ കുറച്ച് കപ്പുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സാധാരണ പേപ്പർ കപ്പുകളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ നല്ല കട്ടി കൂടിയതും നല്ല ഡിസൈൻ ഉള്ളതും ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ കപ്പുകളിലേക്ക് ഓരോ പേപ്പർ കപ്പ് വീതം വെച്ച് കൊടുക്കാം. ഞാനിവിടെ എല്ലാ കപ്പുകളിലും പേപ്പർ കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള സിലിക്കോൺ കൊണ്ടുള്ളതും കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ട്രേ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുപോലെയുള്ള ട്രേയിലും കപ്പ് കേക്കിൻ്റെ ഷേപ്പിലുള്ള കുഴിയോ ഉള്ള ട്രേയും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ കപ്പുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കപ്പിൻ്റെ പകുതി മാത്രമേ നിറയാവൂ. ഇപ്പം ഞാനിവിടെ എല്ലാ കപ്പുകളിലും മാവ് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ കപ്പിലേക്കും ഓരോ ചെറി വീതം വെച്ച് കൊടുക്കാം. ഞാനിതിൽ മൈദ കൊണ്ട് കോട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് കേക്ക് ബേക്ക് ആകുമ്പോഴേക്കും ചെറി ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. അത് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ളിൽ ചെറി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പോഴല്ലേ അത് സർപ്രൈസ് കേക്ക് ആവുക. ഇത് നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുക്കറിൽ ഉപ്പ് ചൂടാക്കിയതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഈ കേക്കിൻ്റെ മാവ് ഒഴിച്ച കപ്പുകൾ ഇറക്കി വെച്ചിട്ട് ആ പ്ലേറ്റ് കുക്കറിൽ ചൂടാക്കിയ ഉപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്കർ മൂടിയിട്ട് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നമ്മുടെ കപ്പ് കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ ചൂടാക്കിയിരിക്കുന്ന ഓവനിൽ വെച്ച് 180 ഡിഗ്രിയിൽ തന്നെ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ കപ്പ് കേക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളിതിന് മുകളിൽ വെച്ചിരുന്ന ചെറി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.